ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഡി മണിയെ SIT അടുത്തയാഴ്ച ചോദ്യം ചെയ്യും. വിവരങ്ങൾ പുറത്തുവിട്ട വിദേശ വ്യവസായിയെയും ഡി മണിയെയും ഒരുമിച്ച് ഇരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും ഏറുന്നുണ്ട്. ഇരുവരും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട SITയുടെ അന്വേഷണം ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത് ഡിണ്ടുഗലിലാണ്. ഡിണ്ടുഗലിൽ കണ്ടെത്തിയ മണി എന്ന സുബ്രമണി ഇന്നലെ SITയോട് അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാൽ ആ പറഞ്ഞ കാര്യങ്ങളും SITക്ക് വിവരം നൽകിയ വിദേശ വ്യവസായി നൽകിയ വിവരങ്ങളും തമ്മിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഡിണ്ടുഗലിലെ അന്വേഷണം SIT അവസാനിപ്പിച്ചിട്ടില്ല. ഡിണ്ടുഗലിൽ മണിയെ നിരീക്ഷിക്കുകയാണ് SIT. മാത്രമല്ല, അവിടെ ഇന്നലെ അന്വേഷണത്തിന് പോയ ഉദ്യോഗസ്ഥരൊക്കെ മടങ്ങിയെത്തിയിട്ടുണ്ടെങ്കിലും ഈ മണിയുടെ ഫോൺ ഡീറ്റെയിൽസ് അടക്കം അത്തരം ശാസ്ത്രീയമായ വിവരങ്ങൾ ശേഖരിക്കാനുള്ള തീരുമാനത്തിലാണ് SIT ഉദ്യോഗസ്ഥർ. കാരണം മണി പറയുന്നത് താൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നയാളാണെന്നാണ്. എന്നാൽ വിദേശ വ്യവസായം നൽകിയിരിക്കുന്ന വിവരം ഇയാൾക്ക് മറ്റ് ചില ഇടപാടുകൾ, അതായത് വിഗ്രഹ വിൽപ്പന അടക്കമുള്ള ഇടപാടുകൾ ഉണ്ട് എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് പക്ഷേ ഇന്നലെ ഡിണ്ടുഗൽ കേന്ദ്രീകരിച്ച് SIT നടത്തിയ അന്വേഷണത്തിൽ കാര്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. മാത്രമല്ല, അവിടെ നിന്ന് പോലീസിൽ നിന്നോ അവിടുത്തെ തദ്ദേശീയരിൽ നിന്നോ ഇയാളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എടുക്കുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ കൂടിയുണ്ട്. അപ്പോൾ വിശദമായ രഹസ്യാന്വേഷണം അടക്കം നടത്തിയെങ്കിൽ മാത്രമേ ഇയാൾ പറയുന്ന കാര്യങ്ങളിൽ കൃത്യത വരുത്തുകയുള്ളൂ. അതിനൊപ്പം തന്നെ ഈ SIT കണ്ടെത്തിയ നമ്പർ അത് ഈ മണി ഉപയോഗിക്കുന്നതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ആ നമ്പർ ബാലമുരുകന്റെ പേരിലാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി ഡിണ്ടുഗലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മണി വരാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒരാഴ്ച കഴിഞ്ഞ് വരാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മണി വരുന്ന സമയത്ത് ഈ രഹസ്യവിവരം നൽകിയ വിദേശ വ്യവസായിയെ കൂടി വിളിച്ചു വരുത്താനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. ഈ രണ്ടുപേരും തമ്മിൽ മുൻപരിചയമുണ്ടോ, ഇവർ തമ്മിൽ ഏതെങ്കിലും ബിസിനസ്സുകൾ നടത്തിയിട്ടുണ്ടോ, ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൂടി SITക്ക് ക്ലാരിഫിക്കേഷൻ വരേണ്ടതുണ്ട്. ഏതായാലും ഡിണ്ടുഗലിലെ അന്വേഷണം SIT അവസാനിപ്പിച്ചിട്ടില്ല. മണിയെ പറഞ്ഞ കാര്യങ്ങളിൽ ചില സംശയങ്ങളുണ്ട്. മണിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും അയാളുടെ ബിസിനസ് സംബന്ധിച്ചും SITക്ക് ചില സംശയങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ദൂരീകരണം ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിനകത്തൊരു വഴിത്തിരിവുണ്ടാവൂ എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. പ്രത്യക്ഷത്തിൽ ഇന്നലെ നടത്തിയ അന്വേഷണത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രതികളിലേക്കോ ആ സംഭവവുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും തെളിവുകൾ അല്ലെങ്കിൽ ഇയാളുമായുള്ള ബന്ധത്തിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല.